പ്രേമൽ ഹോട്ട്സ്റ്റാറിൽ വന്നതിന് ശേഷം കുറേ ഡിസ്കഷൻ ട്വിറ്ററിൽ കണ്ടിരുന്നു. അതിൽ ചിലതൊക്കെ കണ്ടിട്ട് നാനേ പ്രിയ പൈത്യക്കാരൻ എങ്കിട്ട് പൈത്യം കാട്ടാതെ എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്ലസ് ക്യാരക്ടർ ഡിസ്കഷൻ രീതിയിലാണ് ഈ വീഡിയോ കൂടുതലും പോവുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഈ ക്യാരക്ടറിനെ എനിക്ക് കൂടുതലും ഇഷ്ടമാകാനുള്ള കാരണം ഈ ലവ് സൈഡ് കൊണ്ടുപോകുന്ന രീതിയാണ്. കാരണം ഒരു പരിധി വരെ ഈ ലവ് എന്ന് പറയുന്ന സംഭവം തനിക്ക് വർക്കാവില്ല എന്നുള്ളത് അറിഞ്ഞിട്ട് വരെ ഒരാളോട് ഫീലിങ്സ് വരുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഇടയിൽ കുടുങ്ങി പോകുന്ന ഒരാളായിട്ടാണ് സച്ചിൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ഒരാളോടുള്ള ഫീലിങ്സ് കൂടി വരുമ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ ചെയ്യുക എന്ന് ഐഡിയ ഇല്ലാത്ത ഒരാൾ, പിന്നെ കുറേയൊക്കെ ഹോണസ്റ്റാണ് എന്നുള്ളത് എനിക്ക് സച്ചിനെ കുറിച്ചിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അമൽ ഡേവിസ്, ഐ ലവ് ദിസ് ഗൈ. ഒരു കിഡ്ലൻ സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അമൽ ഡേവിസ്. കാരണം കുറേ കാലമായിട്ട് ടച്ചിലില്ലാത്തൊരു ഫ്രണ്ടിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഫീൽ ചെയ്യുമ്പോൾ കാര്യമായിട്ട് ഇങ്ങോട്ട് ഹെൽപ്പ് ചോദിക്കാതെ അങ്ങോട്ടൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാണിച്ചൊരു ക്യാരക്ടറാണ് അമൽ ഡേവിസ്. സച്ചിൻ്റെ തുടക്കത്തിൽ അവസാനിക്കുന്ന വൺ സൈഡ് ലവ് സ്റ്റോറി, UK പോക്ക് മുടങ്ങുന്നു, വീട്ടിലെ ഇഷ്യൂസ് വേറെ, ബേക്കറി, ഇങ്ങനെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടൊരു പണി കിട്ടും എന്ന രീതിയിൽ നിന്ന സച്ചിനെ ഇതിൽ നിന്നൊക്കെ ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ സ്പോട്ടിൽ എത്തിക്കുന്നത് അമൽ ഡേവിസ് ആണ്. ഒരു പക്ഷേ അമലിന് ജസ്റ്റ് കാഷ്വലായിട്ട് സച്ചിൻ്റെ പ്രശ്നമൊക്കെ കേട്ട് ആ സിറ്റുവേഷനോടെ തന്നെ അത് തള്ളിവിടായിരുന്നു. പക്ഷേ എന്തോ സച്ചിന് ഇപ്പോൾ ഒരു ഹെൽപ്പ് വേണം എന്നുള്ളതുകൊണ്ട് അമൽ ഡേവിസ് ഹെൽപ്പ് ചെയ്യുന്നു. ആദി എന്ന ക്യാരക്ടറിനെയാണ് ഫസ്റ്റ് വാച്ചിൽ എനിക്ക് ആ ഓഫീസിലുള്ളവരിൽ കൂടുതലും ഇഷ്ടമായത്. കാരണം കുറേ അന്യായ ഐറ്റംസ് ആ ക്യാരക്ടറിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഫസ്റ്റ് വാച്ചിൽ തന്നെ ഇത് കഴിഞ്ഞ ഇഷ്ടം സുബിന് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് വാച്ചിൽ എത്തിയപ്പോൾ ഇത് നേരെ ഉൾട്ടടിച്ച് ഞാൻ കൂടുതലും സുബിനെയാണ് പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഒരു ചെറിയ സ്പേസിലാണെങ്കിലും ആ റോള് ഷമീർ ഖാൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ഡെവിളാണെങ്കിൽ ആദ്യം പിന്നീന്ന് വെട്ടിയിടാൻ കെൽപ്പുള്ളൊരു ക്യാരക്ടറാണ് സുബിൻ. ആദ്യക്കെതിരെ കൊടുക്കുന്ന കൗണ്ടറിലെ അത് വ്യക്തമാണ്. സിനിമയിലെ വേറൊരു ക്യാരക്ടറിനും ആദ്യമായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഈ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു കിളിവ ടൈപ്പിലാണുള്ളതെങ്കിലും ഇവരെവിടെ പോയാലും അവിടെ നന്നായിട്ട് അഡാപ്റ്റ് ആവുന്നൊരു ടൈപ്പാണ്. ഇപ്പോൾ പബ്ബിൽ പോകുമ്പോൾ അവിടെ ഇവർ ആ DJനെ കാണുന്നു, പിന്നെ അവിടെ പാട്ടും കേട്ട് വൈബാകുന്നു. കാർത്തിക പാർട്ടി കൊടുക്കുന്ന സെഗ്മെൻറ്റിലൊക്കെ പാട്ട് പോയിട്ട് അവരവിടെ വൈബാവുന്നുണ്ട്. പക്ഷെ സിനിമയിലൊരു സീരിയസ് സീന് വരുമ്പോൾ ആ ബാക്ക് ഡ്രോപ്പിൽ ഈ നിഹാരിക പാട്ടും പാടിയിട്ട് വൈബാവുന്നതൊക്കെ കാണുമ്പോൾ ചിരി വരും. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു സീനിൽ അവർക്ക് അവിടെ ഒരു ഫോക്കസ് ഇല്ല, ക്യാമറ ഫോക്കസൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷേ ആ ബാക്ക് ഡ്രോപ്പിൽ നോക്കുമ്പോൾ രസമാണ്, എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അത് മൊത്തത്തിൽ കിടുവാണ്. പിന്നെ സുബിൻ്റെ ഡയലോഗും, പെണ്ണെ നീയും നിർത്തിക്കോ കുറേ നേരമായി തുടങ്ങിയിട്ട്, അത് പറയുമ്പോൾ ഇവരുടെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നൈസാണ്. ഈ സീനിൽ എനിക്ക് കാർത്തികയ്ക്ക് തന്നെ ഒരു ചെക്ക്മേറ്റ് കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. അവർ അമൽ ഡേവിസ് അവളെ പ്രപ്പോസ് ചെയ്യും എന്നായിരുന്നു കാർത്തിക അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ പോലും പക്ഷേ അമൽ ഡേവിസ് കാർത്തിക അത് പറഞ്ഞപ്പോഴേ സ്പോട്ടിൽ അത് പൊളിച്ചു കൊടുത്തു. പക്ഷേ സച്ചിൻ്റെ അടുത്ത് റീനുവിൻ്റെ കാര്യം പറഞ്ഞ് സ്പോട്ടിൽ വാണ് ചെയ്തെങ്കിലും ഇങ്ങനൊരു കാര്യം നടന്നത് റീനുവിനോട് പറയുന്നില്ല. ഇനിയിപ്പോൾ സച്ചിൻ്റെ കാര്യം പറഞ്ഞാലും അമൽ ഡേവിസ് സബ്ജക്റ്റ് ചോദിച്ചാൽ അവർ വിചാരിച്ച പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞ റീനുവിൻ്റെ അടുത്തൊരു ചമ്മി പോകുന്നൊരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് പറയാത്തതായിരിക്കും. തോമസ് എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവനൊരു ഹാർഡ് കോർ ഇൻട്രോവേർട്ടാണ് എന്നൊരു ഇൻട്രൊഡക്ഷൻ അമൽ ഡേവിസ് കൊടുക്കുന്നുണ്ട്. ഈ ഇൻട്രോവേർട്ട് എന്നാൽ പഠിപ്പികളാവും, നേർഡ്സ് ആവും, അത്തരം ടൈപ്പിലുള്ള ചിന്താഗതിയുള്ളൂ. ഇതൊക്കെയാണ് ഇൻട്രോവേർട്സിന് ഗിരീഷ് വേടി കൊടുക്കുന്ന നരേറ്റീവ് എങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പുറം ലോകവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തവരാണ് ഇൻട്രോവേർട്സ് എന്നൊരു ആക്ഷേപം ഈ സിനിമയിൽ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. സച്ചിനോട് ഹോണസ്റ്റായിട്ട് നിന്ന മറ്റൊരു ക്യാരക്ടറാണ് വൈശാഖ് മുരളി. 4 വർഷം കൂടെ പഠിച്ചുകൊണ്ട് ഒരു പരിധി വരെ സച്ചിനെ കുറിച്ച് വൈശാഖിന് അറിയാം. കോളേജിലെ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സീനിൽ റീനുവിനെ കുറിച്ച് സച്ചിൻ വൈശാഖിനോട് പറയുമ്പോൾ വൈശാഖിനതൊരു തള്ളായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മനസ്സിലാക്കാം എടപോട ചുമ്മാ തള്ളാതെ എന്ന് വേണമെങ്കിൽ വൈശാഖിന് അവിടെ പറയാം. പക്ഷെ അത് പറയുന്നില്ല. ലേറ്റർ ഒരു സീനിൽ വൈശാഖിന് സച്ചിനെ കളിയാക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ പോലും സച്ചിനെ ഹേർട്ടാക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. കാരണം സച്ചിനെ കുറിച്ചിട്ട് അയാൾക്ക് നന്നായിട്ട് അറിയാം. അഡീഷണലി പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ സച്ചിൻ കാണിക്കുന്ന ഇമ്പോർട്ടൻസിനേക്കാൾ അയാളോട് ഇമ്പോർട്ടൻസ് കാണിച്ച 2 ക്യാരക്ടേഴ്സായിട്ടാണ് വൈശാഖിനെയും അമൽ ഡേവിസിനെയും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ CBSE റെഫറൻസും ഒരു പ്രോബ്ലമാറ്റിക് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഗിരീഷ് ഏടി മാത്രമല്ല, ഇവിടുത്തെ പല പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഈ CBSE സ്റ്റീരിയോ ടൈപ്പ് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്.
CBSE പിള്ളേരൊക്കെ നേർഡ്സും ഒന്നറിയാത്തവരും എന്നാൽ സ്റ്റേറ്റ് സിലബസ് മൊത്തം മാസും. ഇത്തരം സ്റ്റീരിയോ ടൈപ്പിനോട് എനിക്ക് യോജിപ്പില്ല. അമൽ ഡേവിസ് ഇടുന്ന യുവൻ ശങ്കർ രാജ റെഫറൻസ് കണ്ടിട്ട് എനിക്ക് ഗൂസ്ബംസ് അടിച്ച്. കാരണം മലയാളം സിനിമകളിലൊന്നും അങ്ങനെ യുവനെ ആരും ഇങ്ങനെ പ്രൈസ് ചെയ്യുന്നതൊന്നും ഞാൻ ഇതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു സീൻ മൊത്തം രോമാഞ്ചം വൈബ്സ് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇവർ ലൂസ് പെണ്ണെ പാടി നടക്കുന്നതൊക്കെ നല്ല ഹോമേജ് ആയിരുന്നു. UK പോകുന്നത് കണ്ടിട്ടാണ് സച്ചിനോട് റീനു ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരാളുടെ പ്രസൻസ് മിസ്സാകുമ്പോൾ അയാൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊരു തിരിച്ചറിവിൽ നിന്ന് വന്നൊരു ഇഷ്ടമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. UK കണ്ടിട്ടല്ല റീനു സച്ചിനെ പ്രപ്പോസ് ചെയ്ത് എന്ന് പറയാനുള്ള മറ്റൊരു കാര്യമാണ് റീനുവിന് സച്ചിൻ UK പോകുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നതും. ചിലവിന് ഞാൻ തന്നോളാം, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗും. പിന്നെ ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ആവുമോ, ഇത് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവോ എന്നൊക്കെ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. കാരണം സച്ചിൻ എയർപോർട്ടിൽ കയറി പിന്നെ കാറേക്ക് റിട്ടേൺ പോകുന്നിടത്താണല്ലോ സിനിമ അവസാനിക്കുന്നത്. പിന്നീട് നടക്കുന്ന ഇവൻസിന് ഗിരീഷ് ഏടി സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. പ്രേമലുവിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.